യോഗത്തിൽ ഈ ബസ്സുകളുടെ ക്രിമിനൽ സംഘത്തെ നിരക്ക് നിർത്തുന്ന രീതിയിൽ ഒരു തീരുമാനമാവാതെ ഏതെങ്കിലും ബസ് പേരാമ്പ്രങ്ങാടിയുടെ സർവീസ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസ് തടയുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എത്ര കാലമായി ഇത് തുടരുന്നു? പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടു. അതിനു മുമ്പ് 2 മാസം മുമ്പ് ഡിഗ്നിറ്റി കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കൂട്ടാളിടയിലെ മറ്റൊരു സ്ത്രീ പേരാമ്പ്രയിൽ കൊല്ലപ്പെട്ടു. ബസ്സുകാരുടെ അമിത വേഗതയിലുള്ള സർവീസ് കാരണമാണ് ബസ്സുകളിൽ പണിയെടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകളുണ്ട്. ചില ആളുകൾ, എല്ലാവരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, ചില ക്രിമിനലുകളുണ്ട്. അവരാണ് പേരാമ്പ്രയിലെ ബസ് സർവീസിലെ, സ്വകാര്യ ബസ് സർവീസിനെ നിയന്ത്രിക്കുന്ന ലോബി മാഫിയ സംഘം. കുറ്റ്യാടിയിലെ ബസ് സ്റ്റാൻഡിൽ അവർ കാണാണ്, പേരാമ്പ്രയിലെ ബസ് സ്റ്റാൻഡിൽ, ഉള്ളിയേരിയിലെ ബസ് സ്റ്റാൻഡിൽ, കടുവന്നൂരിലെ ബസ് സ്റ്റാൻഡിൽ, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ സമയം ഓരോ സമയവും പറഞ്ഞു കൊടുക്കാനാണ് ഈ ക്രിമിനൽ സംഘത്തെ തടഞ്ഞു നിർത്താനും പരിശോധന നടത്താനും പേരാമ്പ്രയിലെ ആർടിഒ തയ്യാറാവുന്ന, പോലീസ് തയ്യാറാവുന്നില്ല. ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ ആധികാരികതയുടെ പേരിൽ പറയുന്നു, പേരാമ്പ്രയിലെ ആർടിഒയും പേരാമ്പ്രയിലെ പോലീസും ഈ ബസ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയാണ് ഈ പണിയെടുക്കുന്നതെങ്കിൽ പോലീസ്, ആർടിഒ, നിങ്ങൾ ഈ പണിയെടുക്കാൻ യോഗ്യരല്ല. അങ്ങനെയാണ് മുന്നോട്ട് പോക്കുകിൽ പേരാമ്പ്രയിൽ ആർടിഒ ഓഫീസും പോലീസ് സ്റ്റേഷനും കയ്യേറിയുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് ഇന്നലെ പറഞ്ഞാണ്. ഞങ്ങൾ ഇതിന് കാണിച്ചു. വീണ്ടും യൂത്ത് കോൺഗ്രസിനെയും ഈ നാട്ടിലെ പേരാമ്പ്രക്കാരായ ആളുകളെയും വെല്ലുവിളിച്ചാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും.